നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിതത്തിൽ വിജയിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2025 എന്ന ഒരു പുതിയ വർഷം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ആ വർഷം നമ്മുടെ ഒരു സക്സസ് ഇയർ ആക്കി മാറ്റാൻ, നമ്മുടെ ഒരു ഭാഗ്യവർഷമാക്കി മാറ്റാൻ സഹായിക്കുന്ന രീതിയിൽ പലരും ഗോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും, പലരും പല കാര്യങ്ങളും തീരുമാനമെടുത്തിട്ടുണ്ടാകും. എന്നാൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെ പലപ്പോഴും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിയില്ല, പലപ്പോഴും നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാറില്ല. തീരുമാനമെടുക്കും, എനിക്ക് ഇന്നതൊക്കെ ആവണം എന്ന് പറഞ്ഞ് നാം പ്രവർത്തിച്ചു തുടങ്ങും. പക്ഷെ ഇടക്കാലത്ത് വെച്ച് അത് നിൽക്കുകയോ അല്ലെങ്കിൽ അതിൽ മുന്നോട്ട് പോകാനോ നമുക്ക് കഴിയില്ല. അങ്ങനെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങളോ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയോ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയോ ഒന്നുമല്ല, മറിച്ച് പാരഡൈം എന്നതാണ്. അതായത് നമ്മുടെ മുൻധാരണ, നമ്മുടെ മുൻവിധി, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ചെറുപ്പകാലത്ത് നമ്മൾക്ക് കിട്ടിയ സ്ട്രോക്കിലൂടെ നാം സമൂഹത്തിൽ നിന്നും നമ്മുടെ പാരൻസിൽ നിന്നുമൊക്കെ നാം സ്വീകരിച്ചു വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ. ആ കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ചെയ്യുകയും അതിൽ നിന്ന് വരുന്ന ഒരു മുൻധാരണ നമുക്കുണ്ട്. അതോടൊപ്പം നെഗറ്റീവ് സ്ട്രോക്കുകൾ, നമുക്ക് ചെറുപ്പത്തിൽ നമ്മളോട് ആളുകൾ പറയും, നീ മണ്ടനാണ്, മടിയനാണ്, പഠിക്കാൻ കഴിയാത്തവനാണ് എന്നങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രായത്തിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് മനസ്സിലാക്കുന്നത് അത് ശരിയാണ്, ഞാൻ മടിയനാണ്, ഞാൻ മണ്ടനാണ് എന്ന രീതിയിൽ അത് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കും. ആ കാലത്ത് നമ്മളോട് പലപ്പോഴും നിന്നെക്കൊണ്ടൊന്നും അതിന് സാധിക്കില്ല എന്ന് നിരന്തരമായി നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ കേട്ട ഒരു കാര്യമാണ്. അത് കേൾക്കുമ്പോൾ എന്നെ കൊണ്ട് അതിനൊന്നും സാധിക്കില്ല എന്ന അർത്ഥത്തിൽ, അല്ല എങ്കിൽ അതൊക്കെ മറ്റു പലർക്കും പറഞ്ഞ കാര്യമാണ്, നമുക്ക് പറഞ്ഞതല്ല എന്ന അർത്ഥത്തിൽ നമ്മുടെ രക്ഷിതാക്കന്മാരും നമ്മുടെ പാരൻസും നമ്മളോട് സംസാരിക്കുമ്പോൾ ആ കാലത്ത് നമ്മൾ വിശ്വസിച്ച് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നാം സ്വീകരിച്ചു വെക്കുകയാണ്, എന്നെ കൊണ്ട് ഇതൊന്നും കഴിയില്ല, അതൊക്കെ മറ്റു പലർക്കും പറഞ്ഞ കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ മടിയനാണ്, അല്ലെങ്കിൽ ഞാൻ മണ്ടനാണ്, ഞാൻ പൊട്ടനാണ് എന്നൊക്കെ നിരന്തരമായി കേട്ടതിൻ്റെ ഭാഗമായി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് നമ്മുടെ ഒരു ബിലീവായി, നമ്മുടെ വിശ്വാസമായി നമ്മൾ അതാണ് എന്ന രീതിയിൽ നാം സ്വീകരിച്ചു വെക്കുകയും അതനുസരിച്ചാണ് നമ്മുടെ പാരഡൈം ഡിസൈൻ ചെയ്യപ്പെടുന്നത്. നമ്മുടെ മുൻധാരണ, മുൻവിധി ആയി രൂപപ്പെടുകയും അങ്ങനെ പുതിയൊരു കാര്യം വരുമ്പോൾ നമ്മൾ ഇതിൽ വെച്ച് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഈ കാര്യങ്ങളെ വെച്ച് നമ്മൾ അറിയാതെ ഒരു പുതിയ കാര്യം കാണുമ്പോൾ, കേൾക്കുമ്പോൾ അല്ലെങ്കിൽ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം കോൺഷ്യസ് മൈൻഡിലാണ് നാം എടുക്കുമ്പോൾ, അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ പിറകിൽ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ പഴയകാല അനുഭവങ്ങൾ എങ്ങനെയായിരിക്കും ഇത് എന്ന രീതിയിൽ എന്നിട്ട് നമ്മുടെ മനസ്സ് ഒരു തീരുമാനത്തിലെത്തുന്നു. അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. ആ മുൻധാരണയെയാണ്, ആ മുൻവിധിയെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. അതിന് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യണം, നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കണം. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നെഗറ്റീവിനായിരിക്കും ഏറ്റവും പ്രാമുഖ്യമുള്ളത്. അതിനെ നമ്മൾ മാറ്റിക്കൊണ്ട് ആ നെഗറ്റീവിനെയൊക്കെ ഒരു വശത്തേക്ക് മാറ്റിവെച്ച് അതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനോ ഒഴിവാക്കാനോ കഴിയില്ല. പക്ഷെ അതിനേക്കാൾ കൂടുതൽ പോസിറ്റീവിനെ നമ്മൾ കൊണ്ടുവരികയും എന്നിട്ട് നെഗറ്റീവിലുള്ള ആ അവസ്ഥയിൽ നിന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പോസിറ്റീവ് എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ നമ്മുടെ മുൻധാരണയും മുൻവിധിയും ഒക്കെ മാറ്റിയെടുക്കുകയും ഒരു പോസിറ്റീവായിട്ടുള്ള ധാരണയാക്കി മാറ്റിയെടുക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയും. അതിന് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പ്രകടിപ്പിക്കുക എന്നത്. നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഈ പ്രായത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത കാര്യങ്ങളെ ഓർത്തെടുത്ത് എഴുതി വെച്ച് അതിനെല്ലാം നമ്മൾ സർവശക്തനായ തമ്പുരാനോട് നന്ദി പറയുക, ദൈവത്തോട് നന്ദി പറയുക, പ്രകൃതിയോട്, ഈ പ്രകൃതിയോട് എനിക്ക് ഇന്നാലിൻ്റെ കഴിവുകൾ നൽകിയതിന് ഈ പ്രകൃതിയോട് ഞാൻ നന്ദി പറയുന്നു, എനിക്ക് ഇന്ന കഴിവ് നൽകിയതിന് സർവശക്തനായ തമ്പുരാനോട് ഞാൻ നന്ദി പറയുന്നു, എനിക്ക് കണ്ണ് നൽകിയതിന്, കാഴ്ച നൽകിയതിന്, ചെവി നൽകിയതിന്, കേൾവി നൽകിയതിന്, എനിക്ക് നല്ലവണ്ണം സംസാരിക്കാൻ കഴിഞ്ഞതിന്, എനിക്ക് 2 കാലിൽ നടക്കാൻ കഴിഞ്ഞതിന്, എനിക്ക് 2 കൈ നൽകിയതിന്,
അതുപോലെ നമ്മൾ ദിനേന എടുക്കുന്ന നമ്മുടെ ശ്വാസോച്ഛ്വാസം, അതിനൊക്കെ നമ്മൾ ഈ പ്രകൃതിയോട്, ദൈവത്തോട്, പടച്ച തമ്പുരാനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ഡെയിലി. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു ബോധ്യം വരികയാണ്, നിനക്കൊന്നിനും കഴിയാത്തവനാണ്, അല്ലെങ്കിൽ നീ കഴിവുകെട്ടവനാണ്, പൊട്ടനാണ്, ബുദ്ധിയില്ലാത്തവനാണ് എന്നൊക്കെ പഴയ കാലത്ത് രജിസ്റ്റർ ചെയ്ത സമയത്താണ് ആ സബ് കോൺഷ്യസ് മൈൻഡിനോടാണ് നമ്മൾ യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത്. എനിക്ക് നല്ല ബുദ്ധിയുണ്ട്, എനിക്ക് എൻ്റെ കാര്യങ്ങളെ നല്ലവണ്ണം ഇത്രയും കാലം ചിന്തിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഇത്രത്തോളം എത്താനും കഴിഞ്ഞിട്ടുണ്ട്. അതിനെനിക്ക് ശക്തി നൽകിയ ദൈവത്തിനോട്, അതിനെനിക്ക് ശക്തി നൽകിയ പടച്ച തമ്പുരാനോട്, അതിനെനിക്ക് ശക്തി നൽകിയ ഈ പ്രകൃതിയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു, നന്ദി പറയുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നിലുണ്ട് എന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ വിശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, രാവിലെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കിടക്കയിൽ നിന്ന് എണീറ്റ ഉടനെ നമ്മൾ ഈ നന്ദി പ്രകടിപ്പിക്കുകയും അതോടൊപ്പം രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഏറ്റവും അവസാനമായി നമ്മൾ ഈ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്താൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നതും വിജയിക്കാനുള്ള ഒരു ത്വര, വിജയിക്കാനുള്ള ഒരു മോട്ടിവേഷൻ നമ്മളിൽ ഉണ്ടാകുന്നതും നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം മറ്റൊന്നാണ് വിഷ്വലൈസേഷൻ. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങളെ, നാം വിജയിക്കുന്നത്, വിജയിച്ചത്, നാം ലക്ഷ്യം നേടിയത്, നാം ആഗ്രഹിച്ച കാര്യം സ്വന്തമാക്കിയത് ഒക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് ഒരു കാര്യത്തെ സ്വീകരിക്കുന്നത് 5 സെൻസറി സിസ്റ്റത്തിലൂടെയാണ് എന്ന് നമുക്കറിയാം. നാം കാണുന്ന നമ്മുടെ കണ്ണ്, നാം വാസന അറിയുന്ന നമ്മുടെ മൂക്ക്, രുചി അറിയുന്ന നമ്മുടെ നാക്ക്, തൊട്ടറിയുന്ന നമ്മുടെ തൊലി, നാം കേൾക്കുന്ന നമ്മുടെ ചെവി, ഇങ്ങനെ 5 സിസ്റ്റത്തിലൂടെയാണ് നാം കാര്യങ്ങളെ ഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ വിഷ്വലൈസ് ചെയ്യണം. ഉദാഹരണത്തിന് നമ്മൾ ഒരു വാഹനം വാങ്ങിക്കുന്നതാണ് നാം വിഷ്വലൈസ് ചെയ്യുന്നത് എങ്കിൽ അതിനെ തൊട്ടറിഞ്ഞുകൊണ്ട് അതിൻ്റെ ആ കളറിനെയും അതിൻ്റെ ഭംഗിയെയും നാം കണ്ണുകൊണ്ട് മനസ്സിൽ ഇമാജിൻ ചെയ്തുകൊണ്ട് കണ്ടുകൊണ്ട് നാം അത് ഡ്രൈവ് ചെയ്യുന്നതും അതിനെ തൊടുന്നതും ആ ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ സൗണ്ടും നാം അതിൻ്റെ സ്റ്റീരിയോയിൽ നാം പാട്ടു കേൾക്കുന്നതും ഒക്കെ നമ്മൾ കൃത്യമായി ഫീൽ ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അതിൽ വെച്ചിട്ടുള്ള പെർഫ്യൂമിൻ്റെ സ്മെല്ലും അങ്ങനെ എല്ലാം നമ്മൾ നമ്മുടെ ഈ 5 സെൻസറി സിസ്റ്റവും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് സ്വയം തോന്നും ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാകുമ്പോൾ അതിന്റെ വൈബ്രേഷൻ നമ്മുടെ ശരീരത്തിലേക്കും ഒക്കെ വരികയും നമ്മൾ ഉന്മേഷമാകുകയും കോൺഫിഡന്റ് ആകുകയും ആ ലക്ഷ്യം നേടുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പൂർണ്ണ ഊർജം ലഭിക്കുകയും ചെയ്യും. മൂന്നാമത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് സൃഷ്ടിക്കുക എന്ന്. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഒരു എൻവിറോൺമെന്റ്, ഒരു സാഹചര്യം നാം സ്വയം സൃഷ്ടിച്ചെടുക്കുക. ഏതാണോ നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിലേക്ക് കൂട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം, അതുപോലെ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ പരമാവധി ഒഴിവാക്കുക. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ സമാനമായിട്ടുള്ള മനസ്സുള്ള ആളുകളുടെ കൂട്ടായ്മയിൽ നമുക്ക് ചേരാം. നമ്മളെ പോസിറ്റീവായി നമ്മളെ മോട്ടീവ് ചെയ്യുന്ന കൂട്ടുകാരെ നമുക്ക് സ്വന്തമാക്കാം. നിരന്തരമായി നമ്മളെ പ്രചോദിപ്പിക്കുകയും കൂടുതൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ ഫ്രണ്ട് സർക്കിൾ, ഒരു നെറ്റ്വർക്ക് നമുക്ക് രൂപീകരിക്കാം. നല്ല പുസ്തകങ്ങൾ വായിക്കാം, പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് കാണാം. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് നമുക്ക് ചുറ്റും നാം അറിഞ്ഞുകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതോടൊപ്പം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പരമാവധി മാറി നിൽക്കുക. നമുക്കറിയാം, നമ്മൾ ന്യൂസും മറ്റും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ പത്രം വായിക്കുമ്പോൾ എല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക. ജസ്റ്റ് ആ കാര്യങ്ങൾ മനസ്സിലാക്കി അത് ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. അതോടൊപ്പം നെഗറ്റീവ് പീപ്പിൾസ് നമ്മളെ എല്ലായ്പ്പോഴും ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, കുറ്റം പറയുന്ന, പരിഹസിക്കുന്ന, നമുക്ക് സങ്കടങ്ങൾ നൽകുന്ന, നമുക്ക് പ്രയാസങ്ങൾ നൽകുന്ന, നമ്മളെ പരിഹസിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക. മാറി
നിൽക്കാൻ കഴിയാത്ത അത്രമേൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് എങ്കിൽ അവർ പറയുന്നതിനെ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാതെ നാം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പോസിറ്റീവിന്റെ ഒരു ബെൽറ്റിൽ അതിൽ തട്ടിയിട്ട് തെറിച്ചു പോകണം. അത് ഉള്ളിലേക്ക് എടുക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു കവചം നാം, ഒരു പോസിറ്റിവിറ്റിയുടെ എല്ലായ്പ്പോഴും മൈൻഡ് പോസിറ്റീവായി നിൽക്കുന്ന ഒരു കവചം നാം സൃഷ്ടിച്ചെടുക്കണം. ഇങ്ങനെ നമ്മൾ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ഏത് ലക്ഷ്യമാണ് എങ്കിലും, ഏത് കാര്യമാണ് എങ്കിലും, റിലേഷൻഷിപ്പ് ആവാം, ഗോൾ അച്ചീവ് ആവാം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കിയെടുക്കലാകാം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി ഫിറ്റ് ഉണ്ടാക്കിയെടുക്കലാകാം, ഏതാണെങ്കിലും ഈ 3 കാര്യങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതിലൂടെ നമ്മുടെ പാരഡൈം ചേഞ്ച് ചെയ്തുകൊണ്ട്, നമ്മുടെ മുൻ ധാരണയും മുൻ വിധിയും ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട്, നമ്മുടെ മനസ്സിനെ, സബ് കോൺഷ്യസ് മൈൻഡിനെ റീവയർ ചെയ്തുകൊണ്ട്, റീപ്രോഗ്രാം ചെയ്തുകൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തയും ഒരു പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുകളും ഒരു പോസിറ്റീവായിട്ടുള്ള സാഹചര്യവും സൃഷ്ടിച്ചെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഏത് കാര്യവും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതിന് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് 2025 എന്ന ഒരു പുതുവത്സരത്തെ സ്നേഹത്തോടെ സന്തോഷത്തോടെ വരവേൽക്കുകയും നമ്മുടെ ഒരു ഭാഗ്യവർഷമാക്കി മാറ്റുകയും നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം സൃഷ്ടിച്ച വർഷമാക്കി മാറ്റാനും നമുക്ക് കഴിയട്ടെ. അതിന് കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.